ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ടാലൻറ്റ് ഫോർ ടെക്. ഈ ചാനൽ കാണുന്നവർക്ക് ഈ ചാനലിൻ്റെ എയിം എന്താണെന്ന് മനസ്സിലായി കാണും. കമ്പ്യൂട്ടർ ബിഗിനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുക. അതാണ് ഈ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബിഗിനേഴ്സിനെ കമ്പ്യൂട്ടർ എങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങാം എന്നത് മുതൽ ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആനിവേഴ്സറി, ബർത്ത്ഡേ, വെഡ്ഡിങ് ഇതുപോലുള്ള ഫങ്ഷൻസിന് ഒരുപാട് ഫോട്ടോസ് നമ്മൾ മിക്സ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ വീഡിയോസിനെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ വാട്സാപ്പ്, ഫേസ്ബുക്ക് അവിടെയെല്ലാം അപ്ലോഡ് ചെയ്യുന്നു. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥിരമായൊരു കാര്യമാണ്, നമ്മൾ ഏവരും ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോട്ടോസിനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ എല്ലാത്തിനും നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് എടുക്കുക, അതിലേക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്താണോ നമ്മൾ ഗൂഗിൾ കയറുന്നു, സെർച്ച് ചെയ്യുന്നു, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കുന്നു, നമ്മളത് ഡൗൺലോഡ് ചെയ്യുന്നു. ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കാതെ, വേറെ സെക്യൂരിറ്റി ഇഷ്യൂസിനെ പറ്റിയൊന്നും നമ്മൾ ആലോചിക്കാതെ ആ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതിലേക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ ഫോട്ടോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ അവർ തരുന്ന സെറ്റിങ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് മ്യൂസിക് എല്ലാം ആഡ് ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീഡിയോ എല്ലാം ക്ലിയറായി എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വേറൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇതിൻ്റെ പിറകിൽ നിങ്ങൾ വേറൊന്നും ചിന്തിക്കുന്നില്ല. എന്തെല്ലാം സെക്യൂരിറ്റി ഇഷ്യൂസാണ് ആ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോട് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കൊന്നും ആലോചിക്കാൻ പോലും നമുക്ക് കഴിയില്ല. എന്നാൽ ഈ വിൻഡോസ് 10 ഉപയോഗിക്കുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വേറൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെയും ഒരു സഹായമില്ലാതെ തന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് കഴിയും. ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഒരു സെക്യൂരിറ്റി ഇഷ്യൂസും ഇല്ലാതെ വളരെ സേഫ് ആയിട്ട് തന്നെ, വളരെ സെക്യൂർ ആയിട്ട് തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോസ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ എല്ലാവരുടെ ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്ന മെത്തേഡാണ് ടാലൻറ്റ് ഫോർ ടെക് എന്ന ചാനൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫോട്ടോസാണോ വേണ്ടത് അത് ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇമേജസ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഇമേജസ് എന്ന ഫോൾഡറിനകത്ത് എനിക്കിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫോട്ടോസ് അവിടെ സേവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ വേണ്ടി Ctrl+A പ്രസ് ചെയ്താൽ മതി. ശേഷം ഇതിൽ വെച്ചുകൊണ്ട് തന്നെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് അവിടെ വരുന്ന ഓപ്ഷൻസ് നോക്കുക. ക്രിയേറ്റ് എ ന്യൂ വീഡിയോ എന്നൊരു ഓപ്ഷൻ തന്നെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വേറൊരു വിൻഡോയിലേക്കായിരിക്കും ഓപ്പൺ ആയി പോകുന്നത്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ വിൻഡോ ഓപ്പൺ ആയി വന്നു. അതിൽ വിൻഡോ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ചോദിക്കുന്നത് നെയിം യുവർ വീഡിയോ എന്നാണ്. നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് എന്ത് പേരാണോ വേണ്ടത് അതവിടെ കൊടുക്കുക. ഞാനിവിടെ ടാലൻറ്റ് ഫോർ ടെക് എന്ന് തന്നെ കൊടുക്കുകയാണ്. ടാലൻറ്റ് ഫോർ ടെക് കൊടുത്തു. ഞാൻ വീഡിയോയ്ക്ക് എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ പ്രസ് ചെയ്തപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത ഫോട്ടോസ് ഏതൊക്കെയാണോ ആ ഫോട്ടോസ് എല്ലാം നമുക്കിവിടെ സൈഡിൽ തന്നെ കാണാൻ കഴിയും. അതിൽ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആഡ് എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 3 ഓപ്ഷൻസ് ആണ്. ഒന്ന് ഫ്രം ദിസ് PC, ഫ്രം മൈ കളക്ഷൻ, ഫ്രം ദ വെബ്. അതായത് നമുക്ക് ഈ ഇവിടെ ചേർത്തിരിക്കുന്ന ഫോട്ടോസ് അല്ലാതെ തന്നെ പുതുതായിട്ട് ഫോട്ടോസ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഫ്രം ദിസ് PC എന്നെടുക്കുകയാണ്. ആ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓപ്പണായി വരുന്നത് എൻ്റെ സിസ്റ്റത്തിലെ ഡ്രൈവുകളായിരിക്കും. അതായത് CDE ഇതുപോലെ ഡ്രൈവുകളായിരിക്കും ഓപ്പണായി വരുന്നത്. അവിടെ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ അതിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുത്തു. ഈ പിക്ചർ ഇപ്പോൾ ഇവിടെ ഓപ്പണായി വരും. അതുവരെ വന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്ത വീഡിയോയുടെ പേരെന്താണോ ആ പേര് നമുക്കിവിടെ മുകളിൽ കാണാൻ പറ്റും. ഞാൻ കൊടുത്ത പേര് ടാലൻറ്റ് ഫോർ ടെക് എന്നായിരുന്നു. ആ പേര് ഇവിടെ കാണാൻ പറ്റും. ഇനി ആ പേര് നിങ്ങൾക്ക് വേണ്ട, അത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് പേര് മാറ്റാൻ കഴിയും. ഇത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോസ് എല്ലാം സെലക്ട് ചെയ്തു. നമുക്കിനി അത് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ താഴെ കാണിച്ചിട്ടുണ്ട് ഡ്രാഗ് ഐറ്റംസ് ഫ്രം ദ പ്രോജക്റ്റ് ലൈബ്രറി ഹിയർ. അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് കാണിക്കുന്ന ഫോട്ടോസ് എന്തൊക്കെയാണോ അതിനെ അവിടെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫോട്ടോ അവിടെ വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡർ എന്താണ് ആ ഓർഡറിനനുസരിച്ച് കൊണ്ട് തന്നെ എല്ലാ ഫോട്ടോയും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു ഇഷ്ടമുള്ളൊരു ഓർഡറിന് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇടുകയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു 5 ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 6 ഫോട്ടോസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്.
ഞാൻ ഇവിടെ ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് സിസ്റ്റം തരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ആഡ് ടൈറ്റിൽ കാർഡ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് അയാളുടെ പേര് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ടൈറ്റിൽ കാർഡ് വേണം. ഇതൊരു വെഡ്ഡിംഗ് ഫംഗ്ഷൻ ആണെങ്കിൽ ഹാപ്പി മാരേജ് ലൈഫ്. അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ടൈറ്റിൽ കാർഡ് കൊടുക്കേണ്ടത് അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ ടൈറ്റിൽ കാർഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ടൈറ്റിൽ കാർഡ് വരും. ഒരു കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടൈറ്റിൽ കാർഡിൽ നമുക്ക് എൻ്റർ ചെയ്യാനുള്ള സ്ഥലമാണ് വരുന്നത്. ഇവിടെ ടൈറ്റിൽ എന്ന് കാണിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അവിടെ ടാലൻറ്റ് ഫോർ ടെക് എന്ന് തന്നെ എൻ്റർ ചെയ്യുകയാണ്. ടാലൻറ്റ് ഫോർ ടെക് എന്ന് തന്നെ ഞാൻ എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്ക് വേണ്ട ടൈറ്റിൽ ടാലൻറ്റ് ഫോർ ടെക് ആണ്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഫോണ്ട് നമ്മുടെ സിസ്റ്റം തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏത് ഫോണ്ടാണോ വേണ്ടത് ആ ഫോണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനൊരു ഫോണ്ട് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ വീണ്ടും കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. ലേ ഔട്ട് സെലക്ട് ചെയ്യുക. അതായത് ഇത് ഏത് രീതിക്കാണ് നിങ്ങൾക്ക് പ്രസൻറ്റ് ആകേണ്ടത്, സൈഡിലാണോ ടോപ്പിലാണോ മിഡിലാണോ ഏതാണ് അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ട്. ഇത്രയും ചെയ്യുക, ഡൺ കൊടുക്കുക. ഡൺ കൊടുക്കുമ്പോൾ നമ്മുടെ ടൈറ്റിൽ കാർഡ് അവിടെ ആഡായി കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ഓപ്ഷൻ ഡ്യൂറേഷൻ എന്നതാണ്. അതായത് നമ്മൾ ഈ പിക്ക് ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അടുത്ത് വരുന്ന ഒരു ഓപ്ഷനാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് നോക്കി നമുക്ക് ടൈമാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ പിക്കിലും എത്ര ടൈം ആണ് ആ പിക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണേണ്ടതെന്നാണ്. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ കാർഡ് ഞാൻ ഡ്യൂറേഷൻ കൊടുക്കുക. ടൈറ്റിൽ കാർഡ് സെലക്ട് ചെയ്തു. ടൈറ്റിൽ കാർഡ് ഞാൻ കൊടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 3 സെക്കൻഡ് ആണ്. അടുത്ത പിക്ക് ഞാൻ സെലക്ട് ചെയ്തു. ഞാൻ അതിന് കൊടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. തേർഡ് ഞാൻ അടുത്ത സെലക്ട് ചെയ്തു. അതിൽ കൊടുക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 സെക്കൻഡ് ആണ്. നിങ്ങൾക്ക് ഏത് പിക്കാണോ കൂടുതൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ടൈം കൂട്ടി കൊടുക്കുക. കുറവാണ് കാണിക്കേണ്ടതെങ്കിൽ ടൈം കുറവ് കൊടുക്കുക. അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള മാറ്ററാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത് വരുന്ന ഓപ്ഷനാണ് ടെക്സ്റ്റ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പിക്ക് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ ഈ പിക്ക് സെലക്ട് ചെയ്തു. എനിക്ക് അതിലേക്ക് ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യണമെങ്കിൽ അവിടെ കൊടുക്കുക. നമ്മൾ നേരത്തെ ടൈറ്റിൽ കാർഡിൽ ആഡ് ചെയ്തതുപോലെ തന്നെ അവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് ഡൺ കൊടുക്കുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നത് മോഷൻ എന്നൊരു ഓപ്ഷനാണ്. അടുത്ത് വരുന്നത് മോഷൻ എന്നൊരു ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പിക്ക് ഏത് രീതിക്കാണ് പ്രസൻറ്റ് ആകേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ഏത് രീതിക്കായിരിക്കും ഡിസ്പ്ലേ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുത്തു. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 3D എഫക്റ്റ് എന്നൊരു ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ കുറേ ഓപ്ഷൻസ് വരും. നമുക്കതിന് ഇഷ്ടമുള്ള നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ക്യാൻഡിൽ ഫ്ലെയിം എന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഞാനത് എൻ്റർ ചെയ്തു. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരും. അപ്പോൾ ഞാനത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ പ്ലേ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആ ക്യാൻഡിൽ ഫ്ലെയിമിൻ്റെ അത്ര മതി ഓപ്ഷൻ കൊടുക്കുക. ഡൺ കൊടുക്കുക. അടുത്ത് വരുന്ന ഓപ്ഷനാണ് ഫിൽറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈലിൽ നമ്മുടെ പിക്ചറിന് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താൻ കഴിയുന്ന പോലെ തന്നെ ഇതിലും നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇഷ്യൂസിനനുസരിച്ച് എല്ലാം സെലക്ട് ചെയ്യുക. ഒരെണ്ണം സെലക്ട് ചെയ്തു. ഞാൻ ഡൺ കൊടുത്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തെല്ലാം വെച്ചിട്ട് നമുക്ക് വീഡിയോയുടെ പ്ലേ ആക്കാമെന്ന് കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണോ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ചുള്ള മൂവ്മെൻറ്റാണ് അവിടെ എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഈ പിക്ചറെല്ലാം ഏത് രീതിക്ക് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഒന്ന് റിമൂവ് ബ്ലാക്ക് ബാർ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അടുത്തത് സ്ട്രിങ് ടു ഫിറ്റ് എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് വരുന്നതാണ് റൊട്ടേറ്റ്. പിക്ചർ നമുക്ക് പല രീതിക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും. ഏത് രീതിക്കാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് അത് ചെയ്യുക. ഇനി ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പിക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അടുത്ത് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ റിമൂവ് ഓൾ എന്നൊരു ഓപ്ഷനാണ്. എല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്തതായിട്ട് തരുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന പിക്കിലല്ല നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സിസ്റ്റം നമുക്ക് എന്തെല്ലാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് കുറേ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് കൊടുക്കുക. ഡൺ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോയ്ക്ക് ആ മ്യൂസിക് ആയിരിക്കും പ്ലേ ആയിട്ട് വരിക. ഇനി ഈ മ്യൂസിക് അല്ല വേണ്ടത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക്കാണ് വേണ്ടതെങ്കിൽ കസ്റ്റം ഓഡിയോ എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട്
ആഡ് ഓഡിയോ ഫയൽ എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഡ്രൈവ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി പുതിയ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ ആ രീതിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓഡിയോ ഫയൽ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് ആഡ് ചെയ്തിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ മ്യൂസിക് ആയിരിക്കും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പ്ലേ ആകുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ ഇഷ്ടാനുസരണം എല്ലാ സെറ്റിങ്സും ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫിനിഷ് വീഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആക്കി എന്നർത്ഥം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹൈ എൻഡ്, ഒന്ന് മീഡിയം, ഒന്ന് ലോ. നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിതിൽ ലോ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളെ വീഡിയോ സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എവിടെയാണോ സേവ് ആകേണ്ടത് ആ ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ തന്നെ സെലക്ട് ചെയ്യുന്നു. talentfortech.mp4 എന്ന വീഡിയോ അവിടെ തന്നെ ഞാൻ സേവ് ചെയ്തു. ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ വീഡിയോ ഇതാ എക്സ്പോർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോ നമുക്ക് പ്ലേ ആക്കി നോക്കാം. ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിലാണ് വീഡിയോ സേവ് ചെയ്തത്. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ കഴിയും. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെയും ഒരു സഹായമില്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കൊണ്ട് നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമ്മുടെ ഫോട്ടോസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അതൊരു ബർത്ത്ഡേ സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഒരു വെഡ്ഡിങ് സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഒരു ആനിവേഴ്സറി സ്റ്റാറ്റസ് ആയിക്കോട്ടെ, ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് വേറൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാനും കഴിയും. നമുക്ക് വേറൊരു സെക്യൂരിറ്റി ഇഷ്യൂസിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമുക്ക് വിൻഡോസ് 10 ഇത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായവർ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, നിങ്ങൾ ഒരുപാട് ഓൺലൈനായിട്ട് ഇരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സെക്യൂരിറ്റി ഇഷ്യൂസിനെ പറ്റി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മുന്നിലുള്ള എല്ലാ വീഡിയോസും കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ടാലന്റ് ഫോർ ടെക് സൈനിങ് ഔട്ട്.